ഇനി നമ്മൾ വടകരയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, തീവാർന്ന പോരാട്ടം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന വടകര മണ്ഡലത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും അതുപോലെ CPM-ൻ്റെ KK ശൈലജയും അതുപോലെ BJP-യുടെ CR പ്രഫുൽകൃഷ്ണനും മത്സരരംഗത്തുള്ള വടകരയിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ഇപ്പോൾ തലശ്ശേരിയിലാണ് ദീപക് തർമ്മടം ഉള്ളത്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വടകര ഏറ്റവും വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. മാത്രമല്ല, ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ വഴിവരുന്നു വീണ ഒരു കളമാണ് വടകര. ആ വടകരയുടെ കളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രേക്ഷകരെ നമുക്ക് ലേറ്റസ്റ്റായി അറിയിക്കാനുള്ളത്? പ്ലീസ്. SKN കളരി പരമ്പര ദേവതകളാണ്. അംഗം വടകരയിലാണ്. 20 മണ്ഡലത്തിൽ പോരാട്ടമുണ്ടെങ്കിലും ആ പോരാട്ടത്തിൽ ഏറ്റവും വീര്യമുള്ളത് ഈ വടകരയിലാണ്. വടകര പരാതിക്കരയായി മാറി. ഇലക്ഷനിൽ പ്രചരണക്കരയായിരുന്നു ആദ്യം, പിന്നീട് വ്യക്തിഹത്യയിലേക്ക് കടന്നു. നമ്മൾ ഓരോന്നും കണ്ടതാണ്. 2 സിറ്റിംഗ് MLA-മാർ, അതായത് വടകരയിലെ വിധിയാണ് തീരുമാനിക്കുന്നത് മട്ടന്നൂരിലാണോ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതായത് അത്രമേൽ പ്രവചനാതീതമായ പോരാട്ടമാണ്. നിലവിൽ UDF-ൻ്റെ സിറ്റിംഗ് മണ്ഡലം K മുരളീധരൻ MP ആയിരുന്ന മണ്ഡലം, ആ മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ സിറ്റിംഗ് MLA പാലക്കാട് നിന്നും മത്സരിക്കാൻ വരുന്നു. CPIM-ന് ഇടതുമുന്നണിക്കാണെങ്കിൽ വടകരയിൽ ഇറക്കാവുന്ന ഏറ്റവും നല്ല ജനകീയ സ്ഥാനാർത്ഥിയായി KK ശൈലജ ടീച്ചർ വരുന്നു. ഈ 2 സ്ഥാനാർത്ഥികളും പൊതുവിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ശൈലജ ടീച്ചർ ഓരോ ദിവസവും പ്രവർത്തകരിലേക്ക്, ജനങ്ങളിലേക്ക്, സ്ത്രീകളിലേക്ക് എല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ അഴിച്ചുവിടുന്നു. എന്നാൽ യുവാക്കളെ ഇറക്കി വിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ മറ്റൊരു തലത്തിലേക്ക് ക്യാമ്പയിൻ പോകുന്നു. ഒരു ഭാഗത്ത് ഈ സൈബർ ആക്രമണങ്ങളും പരാതികളും നിയമ നടപടികളും എല്ലാം നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ബൂത്ത് തലത്തിൽ, പ്രാദേശിക തലത്തിലുള്ള പ്രചരണങ്ങൾ കൊഴുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. SKN, ഞാൻ നിൽക്കുന്നത് തലശ്ശേരി കടൽപ്പാലമാണ്. ചരിത്രത്തിൻ്റെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉൾപ്പെടെ ഇടം പിടിച്ച ജവഹർ ഗേറ്റ്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ, മലബാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പ്രധാനപ്പെട്ട സ്ഥലമാണ് തലശ്ശേരി കടപ്പുറം. ഈ കടപ്പുറത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ, തലശ്ശേരിയിലാണ് വടകര മണ്ഡലത്തിൻ്റെ ഇന്നത്തെ കൊട്ടിക്കലാശം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും വടകരയിൽ കാര്യങ്ങൾ പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്ന പോലെ വടകരയിൽ നിന്ന് തീ പാറും, ആ രീതിയിലായിരിക്കും ഇവിടുത്തെ കുട്ടിക്കലാശവും പോകുന്ന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകര സാക്ഷ്യം വഹിച്ചത് കടുത്ത മത്സരത്തിനാണ്. ഇന്നേ ഇത്ര കാലവും വടകര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പോരാട്ടം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം.